ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്നത്തെയും പോലെ തന്നെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റീവ് ആകുവാനും നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് റിമൂവ് ആവാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ റീഡിങ് ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് വാലിഡ് ആയിട്ട് വരും കേട്ടോ. ഇന്നൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. ഇന്ന് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അതിൽ ആ പേഴ്സൺ പറഞ്ഞു, ഞാൻ എടുക്കുന്ന ആ റീഡിങ് സത്യസന്ധമാണോ എന്ന്. ലൈവായിട്ട് കാർഡ് ഷഫിൾ ചെയ്തിട്ട് റീഡിങ് എടുത്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ സംശയമുള്ള ഒത്തിരി എനർജീസ് ഉണ്ടെങ്കിൽ അവരോടൊരു കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നറിയും, ഞാനെന്ന നിംസ് നിങ്ങൾക്ക് കാർഡ്സ് എടുക്കുന്നത് ഇപ്പോൾ മോർണിംഗ് തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഞാനെന്ന പേഴ്സൺ 3 AM എണീക്കാറുണ്ട്. എണീറ്റ് എൻ്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞ് ഞാൻ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാറ്. മോർണിംഗ് തോട്ട്സ് എന്ന് പറയുമ്പോൾ ആ എനർജി തന്നെയാണ് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ട് കാർഡ് എടുത്ത് മുന്നിൽ വയ്ക്കുന്നത്. ഈവനിങ് തോട്ട്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ ഈവനിങ് ഞാനെന്ന നിംസ് എൻ്റെ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് ഈവനിങ് ആണ് റീഡിങ് എടുക്കാറ്. നൈറ്റ് തോട്ട്സ് എന്ന് പറയുമ്പോൾ നൈറ്റ് തന്നെയാണ് റീഡിങ് എടുക്കാറ്. അത് ലൈവായിട്ട് അല്ലല്ലോ. ഒരു റീഡേഴ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര റീഡേഴ്സ് ലൈവായിട്ട് നിങ്ങൾക്ക് കാർഡ് ഷഫിൾ ചെയ്ത് തരുന്നുണ്ട്? ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ അവർ മുന്നെടുത്ത് വെച്ചതായിക്കൂടെ. ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് റീഡിംഗ് എടുക്കുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ റീഡിംഗ് എടുക്കുന്നത്. ഞാൻ കാർഡ് ഷഫിൾ ചെയ്ത് എൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനുശേഷം നിങ്ങളിലേക്ക് ആ കാർഡിൻ്റെ മീനിങ്സ് പറഞ്ഞു തരുന്നത് അതത് ദിവസം തന്നെയാണ്. അത് മുന്നേ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഡിലേ വരുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് അത് നമ്മുടെ നെറ്റിൻ്റെ ഇഷ്യൂ ആണ്. ഇപ്പോൾ 3 AM എണീക്കേണ്ട ഒരാവശ്യം എനിക്കില്ലല്ലോ. ഞാനെന്ന വ്യക്തി ആ സമയത്ത് എണീറ്റിട്ട് മോർണിംഗ് തോട്ട്സ് എടുക്കുമ്പോൾ അത് ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്ന ഒരു നിംസ് ഉണ്ട്. ആ നിംസ് നിങ്ങൾക്ക് വേണ്ടി കാർഡ്സ് എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ എനർജി അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഒരിക്കലും മുന്നേ എടുത്തു വെച്ച ഒരു റീഡിംഗ് അല്ല. ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്തെന്ന് പറഞ്ഞ ആ പേഴ്സണോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം മാത്രമാണ്, എല്ലാവരോടും അല്ല കേട്ടോ. ഞാനെന്ന നിംസ് എന്നെ നിങ്ങളിലേക്ക് കാണിക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനെന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണിക്കാത്തത്. എന്നെക്കൊണ്ട് എത്ര പേർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും പേർക്ക് ഹെൽപ്പ് ചെയ്യണം, അത്രയും പേർക്ക് ആശ്വാസമാകണം എന്ന് കരുതുന്ന ഒരു പേഴ്സണാണ് ഞാൻ. ഇപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുത്ത വ്യൂവേഴ്സിന് അറിയാം നിംസ് എന്താണെന്ന്. എൻ്റെ കാർഡ്സ് ഞാൻ ഷഫിൾ ചെയ്ത് അവരുടെ മുന്നിൽ അവർക്ക് ഞാൻ അതിൻ്റെ മീനിങ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതുവരെ ഞാൻ എടുത്ത കാർഡ്സിൻ്റെ ആ പേഴ്സൺസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണ് അത് പോസിറ്റീവാണ് മാഡം, എൻ്റെ ലൈഫിൽ സംഭവിച്ചതാണ് മാഡം എന്ന് പറയുന്നത് അവർക്കും അറിയാം, എനിക്കും അറിയാം. എൻ്റെ ഒപ്പം റീഡിങ് എടുത്ത് ഇന്ന് അവരുടെ കാര്യങ്ങൾക്ക് ഒക്കെ ആശ്വാസവാക്ക് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന നിംസ് എന്താണെന്ന് അവർക്കറിയാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. ഒരു വ്യക്തിയെയും അറിയാതെ ആ വ്യക്തി ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നറിയാതെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. ഞാൻ നിങ്ങളൊരാളാണ്. ഞാൻ നിങ്ങൾക്ക് നന്മ വരണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്, ജനറൽ റീഡിംഗ് ആണെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഈ റീഡിംഗ് റെസിനേറ്റ് ആയില്ല എങ്കിൽ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, പേഴ്സണൽ റീഡിംഗ് എടുക്കൂ. ഞാൻ ഇന്ന് നിംസിനെ അറിയൂ. ഇതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ഞാൻ എടുക്കുന്ന കാർഡ്സ് ലൈവായിട്ട് ഷഫിൾ ചെയ്താലേ അത് ജെനുവിനായിട്ട് ഫീൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ പേഴ്സണോട് ഈ മറുപടി ഞാൻ പറയുന്നത്. ഓക്കെ, ഒരിക്കലും എനിക്ക് ആഗ്രഹമില്ല ആരെയും വിഷമിപ്പിക്കണമെന്ന്. ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണും അല്ല. ഞാനെന്ന നിംസ് എല്ലാവരെയും ആശ്വസിപ്പിക്കാനും എല്ലാവർക്കും പോസിറ്റിവിറ്റി കൊടുക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും എൻ്റെ റീഡിങ്സ് കണ്ടവർക്ക് അറിയാം ഞാൻ എപ്പോഴും എന്താണ് പറയുന്നത്, ഒരാളെയും വേദനിപ്പിക്കരുത്. ആരെങ്കിലും അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സോറി പറയണം. അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയോടായാൽ പോലും താങ്ക് യു പറയണം. അവർ ചെയ്ത കാര്യങ്ങളോട് താങ്ക് യു പറയണമെന്ന് പറയുന്നൊരു പേഴ്സണാണ് ഞാൻ. ഓക്കെ,
ഇനി ഇപ്പോൾ ഞാൻ റീഡിംഗ് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് സന്ധ്യ സമയമാണ്. ഇത് ഇനി അപ്ലോഡായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് എന്തായാലും 1 hour ആവും. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും ഫേക്കാന്ന് നിങ്ങളെങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണണ്ട കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഞാൻ എന്ന വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടാറോ റീഡിംഗ് തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട് എനിക്ക്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഒത്തിരി പേർക്ക് ഒരു ആശ്വാസമാകാനുള്ള ഒരു ലക്ഷ്യമാണ്. അത് ഞാൻ ഇപ്പോൾ നിങ്ങളടുത്ത് പറയുന്നില്ല. ഒത്തിരി പേർക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. നിംസ് എന്ന പേരിൽ ഫ്യൂച്ചറിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കം മാത്രമാണ് എൻ്റെ ഈ ചാനൽ. ഫ്യൂച്ചറിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് അപ്പോഴും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിംസ് എന്ന എൻ്റെ ഉദ്ദേശശുദ്ധിയും ഞാൻ ചെയ്യുന്ന ആ കാര്യങ്ങളും. അത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ഞാൻ. ഒരാൾക്കും ദ്രോഹം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ അല്ല. എന്നെ അറിയുന്ന, വളരെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാർക്കറിയാം. മനസ്സിലായോ? ഈ ചോദ്യം ചോദിച്ച ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ കാർഡ് ഷഫിൾ ചെയ്തിട്ട് റീഡിംഗ് എടുക്കാൻ പോകുന്നത്. ഇത് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് മതി. നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും നമുക്ക് ആവശ്യമില്ല. ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാർഡ്സ് എടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള കാർഡ്സാണ്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ടുള്ള കാർഡ്സ് അല്ല, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ റീഡിംഗ് കണ്ട് നിങ്ങൾ പറയൂ, ഇത് സത്യസന്ധമായ കാർഡ്സ് ആണോ, നിങ്ങളുടെ ലൈഫിൽ വാല്യൂഡ് ആണോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ലൈവായിട്ട് ഞാൻ കാർഡ് എടുക്കാൻ പോവുകയാണ്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് സ്റ്റേ വിജിലൻ്റ് എന്നാണ്. എന്താണ് അതിൻ്റെ മീനിങ് എന്നറിയോ? നിങ്ങളോട് ജാഗ്രത പാലിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തിനാ ജാഗ്രത പാലിക്കേണ്ടത്? സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് ടു എൻഷുർ യുവർ വെൽ ബീയിങ്. നിങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാനായിട്ട് വ്യക്തമായ അതിരുകൾ ഉറപ്പാക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ ആയിരിക്കുന്ന നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ആരോഗ്യപരമായിട്ട് ചിലപ്പോൾ വീക്കായിരിക്കാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന വ്യക്തികളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവരെ നിങ്ങൾ ഒരു ബൗണ്ടറി വെക്കണം എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. നിങ്ങളോട്, നിങ്ങളിലേക്ക് വരുന്ന എല്ലാവരും നല്ല എനർജീസ് അല്ല. നിങ്ങളടുത്ത് ചിരിച്ചു കാണിച്ചിട്ട് മറുവശം പോയിട്ട് നിങ്ങളെ കുറ്റം പറയുന്ന എനർജീസാണ്, നെഗറ്റീവ് എനർജീസാണ്. ആ വ്യക്തികളിൽ നിന്നും നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ബൗണ്ടറി വെക്കാനാണ്. അത് നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ അവബോധത്തെയും ബാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ജാഗ്രത പാലിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ആരൊക്കെയാണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്നതെന്ന്. നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായിരിക്കാം, നിങ്ങളുടെ നെയ്ബേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു പേഴ്സൺ ആയിരിക്കാം. ചിരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുക അവർ. എന്നാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെഗറ്റീവ്സ് പറയുന്ന ആ പേഴ്സൺ, അവരടുത്ത് നിങ്ങൾ ബൗണ്ടറി വെക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്റ്റേ വിജിലൻറ്റ്. അടുത്ത കാർഡ് എന്താന്ന് നോക്കാം നമുക്ക്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ entering bond. Put your family first and spend time together. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫാമിലിയോട്, നിങ്ങളുടെ കുടുംബത്തിന് മുൻഗണന നൽകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരുമിച്ച് നിങ്ങളുടെ ഫാമിലിയോട് സമയം ചെലവഴിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ആലോചിച്ച് നിങ്ങൾ അവരിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല.
ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വരുമ്പോൾ വരട്ടെ, നിങ്ങളിലേക്ക് വരുമ്പോൾ വരട്ടെ, അതിനു മുന്നേ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കാനാണ് പറയുന്നത്. അവർക്ക് മുൻഗണന നൽകൂ, അവരുടെ കൂടെ ഒരുമിച്ച് സമയം ചെലവഴിക്കൂ. എത്ര പേര് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വ്യൂവേഴ്സ്, നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അവരുടെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർക്ക് മുൻഗണന നൽകിയിട്ട് നിൽക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിനുശേഷമേ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അവരെ മറന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആവാം, അവരെക്കുറിച്ച് ഓർക്കാതെ കൂടെ ഉണ്ടാവാം അവർ, എന്നാൽ അവരുടെ കാര്യത്തിലെ ഒത്തിരി ശ്രദ്ധ കൊടുക്കുന്നില്ല. അതിന് മുൻഗണന കൊടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത കാർഡ് നമുക്ക് നോക്കാം, എന്താണ് അടുത്ത കാർഡ്സിൽ യൂണിവേഴ്സ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. സ്റ്റേ സ്ട്രോങ്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? ശക്തമായി തുടരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണെ ആലോചിച്ചിട്ട് നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന എനർജിയാണ്. സ്നേഹത്തിനായിട്ട് പോരാടാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫൈറ്റ് ഫോർ ലവ് ബട്ട് ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി. എന്താണ്? നിങ്ങൾ ശക്തമായിട്ട് പോരാടുക, സ്ട്രോങ് ആയിട്ട് തന്നെ പോരാടുക സ്നേഹത്തിന് വേണ്ടിയിട്ട്. എന്നാൽ യുദ്ധം എന്ന് പറയുന്നത് നിങ്ങൾ അവരോട് ചെയ്യുന്ന ആ ഒരു വാക്ക് ഒരു എന്താ പറയുക, നിങ്ങൾ അവരോട് ചെയ്യുന്ന ആ യുദ്ധം ഉണ്ടല്ലോ, വാക്കുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് വിവേകത്തോടെ ചെയ്യാനാണ് പറയുന്നത്. നമ്മളൊരു വാക്കുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് അവരോട് പെരുമാറുന്നത് വിവേകത്തോടെ ചെയ്യാൻ. അത് അങ്ങനെ പറഞ്ഞാൽ അത് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ഭവിഷ്യത്താവുമോ? നമ്മളൊരു വാക്ക് ഒരാളോട് പറയുമ്പോൾ, ദേഷ്യത്തോടെ പറയുമ്പോൾ, പിന്നീട് അവർക്ക് അതൊരു മുറിവാവരുത്. അപ്പോൾ നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി പോരാടിക്കോളൂ. എന്നാൽ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ, ആ സ്നേഹത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ അത് വിവേകത്തോടെ ആവണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മളും അവരും തമ്മിൽ സ്നേഹിക്കുന്ന സമയവും നമ്മളും അവരും തമ്മിൽ വേർപെട്ട് നിൽക്കുന്ന ആ സമയവും നമുക്ക് ആവശ്യം എന്താണ്? ധൈര്യം ആവശ്യമാണ്. അവര് നിങ്ങളിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ വിശ്വസ്തനായ ഒരാളായിരിക്കണം. നിങ്ങൾ വേറെ എന്ത് തേടി പോവില്ല എന്ന് അവർക്ക് തോന്നണം. അവരെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് അവർക്ക് തോന്നണം. സത്യത്തിൽ നിൽക്കണം. എന്ത് തന്നെ വന്നാലും സത്യം, ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് നിൽക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ നുണ പറയരുതെന്ന് യൂണിവേഴ്സ് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ ഈ കാർഡ്സിന്റെ മീനിങ്? നെക്സ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നോക്കാം. നേച്ചർ ഗ്രോത്ത് ആണ്. നേച്ചർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അറ്റൻഡ് ടു യുവർ ബോൺ വിത്ത് ലവ് ആൻഡ് പേഷ്യൻസ്. വളർച്ചയെ നിങ്ങൾക്ക് പരിപോഷിക്കുക. നിങ്ങളുടെ ഒരു ലവ് എന്ന് പറയുന്ന ആ കാര്യത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിയതമൻ അല്ലെങ്കിൽ പ്രിയതമയും തമ്മിലുള്ള ആ കാര്യത്തിൽ നിങ്ങൾക്ക് വളർച്ചയുണ്ടാവും. അതിനെ പരിപോഷിക്കാം നിങ്ങൾക്ക്. ആ പരിപോഷിക്കുമ്പോൾ എന്താണ് വേണ്ടതെന്ന് പറയുന്നത്, സ്നേഹത്തോടും ക്ഷമയോടും കൂടി നിങ്ങളുടെ ബന്ധത്തിൽ തുടരാനാണ് പറയുന്നത്. ഒരു ക്ഷമ വേണം നിങ്ങൾക്ക്. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളോട് ഇപ്പോൾ മെസ്സേജ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഒന്ന് ക്ഷമിക്കുക. അവർ വരും. അത് സ്നേഹത്തോടു കൂടി. അവർ നിങ്ങളെ കോൾ ചെയ്യുമ്പോഴോ മെസ്സേജ് ചെയ്യുമ്പോഴോ സ്നേഹത്തോടു കൂടി പെരുമാറാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. അപ്പോഴാണ് അവർക്ക് നിങ്ങളോട് വിശ്വാസം ഉണ്ടാവുക, അവരുടെ പിന്തുണ. ഒരു ബാഡ് സാഹചര്യത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ അത്രമേൽ വിഷമിച്ചിട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ പോവുകയാണെങ്കിൽ ഒരു പിന്തുണ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വിശ്വാസമുള്ളവരായിരിക്കണം എന്ന് യൂണിവേഴ്സ് പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ അവർക്ക് വിശ്വാസമുള്ളവരായിരിക്കണം. എത്ര പേര് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഇങ്ങനത്തെ ഒരു എനർജിയിൽ പോകുന്നുവെന്ന് എനിക്കറിയില്ല. ലൈവായിട്ടാണ് ഞാൻ കാർഡ്സ് എടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയായാലും ഒരു 1 hour ആവും. സന്ധ്യാസമയത്താണ് ഞാൻ റീഡിംഗ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ റീഡിങ്സ് എടുക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് എടുക്കുന്നത്. അടുത്ത കാർഡ് നോക്കാം നമുക്ക് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളതെന്ന്. ലവ് സ്റ്റോറീസ് ആണ്. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ പ്രണയകഥ,
നിങ്ങളുടെ പ്രണയകഥയാണ് പറയുന്നത് യൂണിവേഴ്സ്. കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് സേയിങ് വാട്ട് നീഡ് ടു ബി സെഡ്. നിങ്ങൾ ആശയവിനിമയം നടത്തുകയും പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു. പ്രണയ സമയത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും. അത് വളരെ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത്രമേൽ സ്നേഹമുള്ളപ്പോൾ, അവരിൽ നിങ്ങൾ അത്രമേൽ വിശ്വസിച്ചപ്പോൾ, കടുത്ത സ്നേഹം എന്ന് പറയില്ലേ, അത്രമേൽ സ്നേഹമുള്ള സമയത്ത് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെ പോകുന്നത് എന്ന് നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഈ കാർഡ്സ് നോക്കൂ. നിങ്ങൾ സത്യസന്ധമായിട്ടാണ് അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളൊന്നും മറച്ചു വെച്ചിട്ടില്ല അവരുടെ അടുത്ത്. മറച്ചു വെച്ച എനർജീസും ഉണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലെങ്കിലും ഒന്നോ രണ്ടോ കാര്യമൊക്കെ മറച്ചു വെച്ച എനർജീസും ഉണ്ട്. എന്നാൽ സത്യസന്ധമായിട്ട് ആ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട നിമിഷത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും സത്യത്തോടെ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 90% കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പറയാത്ത എനർജീസും ഉണ്ട് കേട്ടോ. അടുത്ത ഒരു കാർഡും കൂടി നമുക്ക് നോക്കാം. എന്താണ് ഒരു ക്ലാരിറ്റി വരുത്താനായിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്, പൂർണ്ണമാവോ ഇല്ലയോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ സ്നേഹം തുടരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ലവ് ബ്ലൂംസ്. എന്താണ് ലവ് ബ്ലൂംസ്? പ്രണയം പൂക്കുന്നു. നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം, എങ്കിൽ നിങ്ങളുടെ പ്രണയം പൂക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. A romance blossoms into full-blown feelings. എന്താണ്? ഒരു പ്രണയം പൂർണ്ണമായ വികാരത്തോട് കൂടിയിട്ട് പൂക്കാൻ പോകുന്നു. അവരെല്ലാം തിരിച്ചറിഞ്ഞു, റിയലൈസ് ചെയ്യുകയാണ് നിങ്ങളാണ് അവരുടെ പ്രാണനെന്നും പ്രിയതമനെന്നും പ്രിയതമയെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ആ പ്രണയം മുന്നത്തേക്കാളും ശക്തമായിട്ട് പൂക്കാൻ പോകുന്നു എന്നാണ് അവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇതെന്താ പറയുന്നേ? പോസിറ്റീവായിട്ടുള്ളതൊക്കെ പോസിബിളാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ്സ് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കൂടുതൽ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ലൈവായിട്ടാണ് ഞാൻ എടുത്തത്. ലൈവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് കാർഡ് ഷഫിൾ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ റീഡിങ് എടുക്കുന്നത്. ഞാനെന്ന നിംസിനെ സംശയത്തിന് നിഴലിൽ ഒരാളും കാണാൻ പാടില്ല. ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ അത്രയും സത്യസന്ധതയോട് കൂടിയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ റീഡിങ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷഫിൾ ചെയ്തെടുത്തത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ റീഡിംഗ് ആണ്. എത്ര പേർക്ക് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. ആവുന്നവർ മാത്രം സ്വീകരിച്ചാൽ മതി, അല്ലാത്തവർ വിട്ട് കളഞ്ഞോളൂ കേട്ടോ. നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി ഒരു കരുതലാകുവാനും നിങ്ങൾക്ക് വേണ്ടി ഒരു ഗൈഡ് ആകുവാനുമാണ് യൂണിവേഴ്സ് എന്നെ നിയോഗിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഒത്തിരി പ്രതിബന്ധങ്ങൾ ഉണ്ടാവാമെന്ന് എനിക്കറിയാം. പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങളിൽ നിങ്ങളിലേക്കുള്ള പോലെ തന്നെ എന്നിലേക്കും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ എന്ന നിംസ് ഒരിക്കലും നെഗറ്റീവിനെ എന്നിലേക്ക് ആകർഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. ഞാൻ നൽകുന്ന വാക്കുകൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മതി. എൻ്റെ വ്യൂവേഴ്സിന് പോസിറ്റിവിറ്റി മാത്രമാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള എൻ്റെ വ്യൂവേഴ്സിനെ മാത്രം മതി എനിക്ക്. അല്ലാത്തവർ റീഡിങ് കാണണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഞാൻ സത്യസന്ധമായിട്ട് തന്നെയാണ് റീഡിങ് എടുക്കുന്നത്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം നിംസ്.